ഡോസ് ഒക്കെ കറക്റ്റ് ഒരേ അളവാണ്. മനസ്സിലായില്ലേ? ഒരേ ഡോസിൽ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഓരോ അളവിലും ഇത് ഫില്ല് ചെയ്യുന്നതാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? ഓരോ ഒരു എം എൽ മറ്റേതിൽ 100 mg ആണെങ്കിൽ മറ്റേതിൽ 1 ml 50 mg ഉണ്ടാവുള്ളൂ സിറപ്പിൽ. അത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്ന, മറ്റേത് കോൺസെൻട്രേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ കലലൊക്കെ ചോദിച്ചു, അപ്പോൾ ആ കുട്ടിക്ക് കുറേ പാരസ്റ്റമോൾ കൊടുത്തു പോയല്ലോ, എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. ആക്സിഡൻ്റലി കുറച്ച് കൂടുതൽ ഡോസ് പാരസ്റ്റമോൾ എത്തിയോണ്ട് ഒന്നും സംഭവിക്കില്ല. കാരണം ഇതിനൊരു ടോക്സിക് ലെവലുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുത്തു പോയ മരുന്നിന് ആ ടോക്സിക് ലെവലിലും കൂടുതൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു അപകടവും അതുകൊണ്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മത എപ്പോഴും ഫാർമസിസ്റ്റുകളും എഴുതുന്ന ഡോക്ടർമാരും പുലർത്തേണ്ടതുണ്ട്. പലപ്പോഴും ഒരു ഡോക്ടറാണെങ്കിൽ എപ്പോഴും പറയണം, ഞങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി